ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നിട്ടുള്ളത്. എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് ഒരു മാസമായി. മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് ഒരു ലെറ്റർ വരാനുണ്ട്. ഒരു OTP പിന്നാണ് വരുന്നത്, 6 ഡിജിറ്റ് പിൻ വരാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് കാത്തിരുന്നൊരു കത്തായിരുന്നു യൂട്യൂബിൽ നിന്ന്. നമ്മൾ ഈ ലവ് ലെറ്ററിലും കാത്തിരിക്കൂല, അതേപോലെ അങ്ങനെ ഫൈനലി എനിക്ക് ആ കത്ത് വന്നിട്ടുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് തന്നെ തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് വീട്ടിൽ എനിക്ക് പോസ്റ്റ്മാൻ കൊണ്ടു തന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ലെറ്ററാണ് വരിക. അപ്പം നമുക്കിത് തുറക്കാം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനും ഒരു നാൾ ഈ ഒരു സംഭവം തുറക്കുന്നു. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. വെരിഫിക്കേഷൻ പിന്നെ പൊത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ആർക്കും കാണിച്ചു കൊടുത്തൂടാ. ഇങ്ങനെയാ വരിക. ഇവിടെയാണ് കേട്ടോ പിന്നുള്ളത്. അപ്പം യുവർ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ പിൻ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെൽക്കം യുവർ ആഡ്സെൻസ് ഓർ ആഡ്സെൻസ് ഫോർ യൂട്യൂബ് അക്കൗണ്ട് ഇസ് ഇൻ സെറ്റപ്പ് ടു റിസീവ് പേയ്മെന്റ് നെറ്റ്. പ്ലീസ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ ടു വെരിഫൈ യുവർ അഡ്രസ്. അതായത് ഇത് നമ്മൾ ഈ പിന്ന് നമ്മുടെ മെയിലൊരു സംഭവം വന്നിട്ടാകും അതിൽ പിന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പേയ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവുള്ളൂ. അപ്പം ഞാൻ ലക്ഷങ്ങൾ വരുന്നുണ്ടോ അല്ല കോടികളാണോ വരുന്നത് എന്നുള്ളത് ഞാൻ പറയാം. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് 1 മന്ത് ആയി കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഗൂഗിൾ ആഡ്സെൻസ് വഴിയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുക. നമുക്ക് യൂട്യൂബ് അല്ല പൈസ തരുന്നത്, ഗൂഗിൾ ആഡ്സെൻസ് ആണ് പൈസ തരുന്നത്. അപ്പം നമ്മൾ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ്റെ പിന്നെ പ്രൊസീജിയർ അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 4000 വാച്ച് അവർ ലോങ് വീഡിയോക്ക് വേണം, അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് ഫോർ ഷോർട്സ് വേണം. അപ്പം എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയത് എനിക്കിപ്പോൾ 15K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 16K ആവാൻ പോവാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ക്രൈറ്റീരിയ എനിക്ക് അന്നേ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 4000 വാച്ച് അവർ അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് എന്ന് പറയുന്നൊരു സാധനം എനിക്ക് ആവാൻ ഒരുപാട് ഏകദേശം വേണമെങ്കിൽ 2 ഇയേഴ്സ് തന്നെ പറയാം എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ ഷോർട്സ് തന്നെ ഇട്ടുകൊണ്ട് വന്നു. പക്ഷെ ഷോർട്സ് ഇട്ടാൽ 10 മില്യൺ വ്യൂസ് വേണം, അത്രയും വ്യൂസ് കിട്ടുമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ പിന്നെ ലോങ് വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ അവസാനം എനിക്ക് 4000 വാച്ച് അവർ കിട്ടി. അങ്ങനെ ഞാൻ യൂട്യൂബ് ക്രൈറ്റീരിയ സക്സസ് ആയി. അതിനുശേഷം എനിക്ക് മെയിൽ വന്നു, നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യണം. അങ്ങനെ വെരിഫിക്കേഷൻ പ്രോസസ്സും ഞാൻ സക്സസ് ആയി. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ നമുക്ക് ഇങ്ങനെ ഒരു ലെറ്റർ വരും. ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ഒരു ലെറ്റർ വരും. ഈ ലെറ്ററിൽ ഒരു 6 ഡിജിറ്റ് പിൻ ഉണ്ടാവും. ഈ 6 ഡിജിറ്റ് പിൻ നമ്മൾ അടിച്ചു കൊടുത്താൽ നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളും റെഡിയാവും. ഇനി എല്ലാവരുടെയും സംശയമാണ് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ നമ്മൾ ലക്ഷങ്ങളും കോടികളെല്ലാം വാരുന്നത്. അപ്പം ഞാൻ എത്ര ലക്ഷമാണ് വാരുന്നതെന്ന് കുറേ ആൾക്ക് ഡൗട്ടുണ്ട്. അപ്പം അതും കൂടി ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ലക്ഷങ്ങൾ പോയിട്ട് 1 രൂപ പോലും വാരുന്നില്ല. എനിക്കിപ്പോൾ പേയ്മെൻറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പം ഞാൻ ഏകദേശം ഒരു 200 സംതിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ 250-ാമത്തെ വീഡിയോ ഇട്ട സമയത്തായിരിക്കും എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അതുവരെ ഇട്ട വീഡിയോക്ക് പിന്നെ ഒരു വാല്യൂ ഇല്ല. ആ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ ഇട്ട വീഡിയോസിൻ്റെ വ്യൂസും എല്ലാം മൊത്തം പോയി. ആ മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ വ്യൂസിന് മാത്രമാണ് നമുക്ക് പൈസ കിട്ടുന്നത്. ഒരു സംഭവം എന്ന് വെച്ചാൽ $100 കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുള്ളൂ. അപ്പം ഇപ്പം കുറച്ചായിട്ട് ഡോളേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴാണ് $100 ആവുന്നത് അപ്പം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരും. അപ്പം നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസും ടാക്സ് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണം. പിന്നെന്ന് വെച്ചാൽ പിന്നെ എല്ലാ മാസവും ഈ $100 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മന്തും എനിക്ക് തോന്നുന്നു 11 അങ്ങാനാണ് ഡേറ്റ് വരുന്നത്. എല്ലാ മാസവും യൂട്യൂബ് നമുക്ക് പേയ്മെൻറ്റ് തരും. അല്ലാതെ നമ്മൾ മോണിറ്റൈസേഷൻ കിട്ടിയെന്ന് വെച്ചാൽ എന്നപാട് നമുക്ക് ലക്ഷങ്ങളോ കോടികളോ ഒന്നും കിട്ടില്ല. നമ്മൾ വീഡിയോ ഇടുന്നതിനനുസരിച്ചിരിക്കും, നമ്മുടെ വ്യൂസിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ്. പിന്നെ എനിക്കിപ്പം ചെറുതായിട്ട് പേയ്മെൻറ്റ് വരാനും തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരായി ഇപ്പോൾ എന്നെ പോലെ ആരെങ്കിലും വന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നെങ്കിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഒന്ന് സക്സസ്സിൽ എത്തണമെങ്കിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നെ ക്ലോസ് ആയിട്ട് അറിയുന്നവർക്ക് അതറിയാം. ബിക്കോസ് നമ്മളൊരു സെലിബ്രിറ്റി അല്ല, നമ്മളൊരു സെലിബ്രിറ്റി കിഡല്ല. നമ്മൾ ഒരു രീതിയിലും ആൾക്കാർ നമ്മളെ അറിയുന്നില്ല സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സർക്കിളിലെ ആൾക്കാർ, എൻ്റെ നാട്ടുകാർ കുറച്ച് പേര് കാണുന്നുണ്ട്. അല്ലാണ്ട് ഇത് വലിയ ഓഡിയൻസിലൊന്നും എത്തുന്നില്ല. എന്നെ ഒരാൾ അറിയാത്ത ഒരാൾ കാണുമ്പം ഇത് ഏതാ ഈ പെണ്ണി ചിലക്കുന്നതെന്നേ വിചാരിക്കുള്ളൂ. അല്ലാതെ എൻ്റെ വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടൻസ് ഇടണം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലേ. ഇപ്പം ഞാൻ ഇടുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും ഡാൻസും മേക്കപ്പ് പിന്നെ ഡ്രസ്സ് കുക്കിംഗ് ഒക്കെയാണ്. അപ്പം അതെല്ലാവർക്കും കാണാൻ ഇഷ്ടമുണ്ടെന്ന് വരില്ല. അപ്പം എനിക്ക് വ്യൂസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഈ മോണിറ്റൈസേഷൻ കിട്ടാനും പേയ്മെൻറ്റ് തുടങ്ങാനും ഒക്കെ 2 years എടുത്തത്. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ, എന്നെപ്പോലെ സാധാരണക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറായിക്കോ. പക്ഷെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്താൽ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ, നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മോണിറ്റൈസേഷനും കിട്ടും, നിങ്ങൾ സക്സസ്സും ആവും, നിങ്ങൾ ഒരിക്കലും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. പിന്നെ വേറെ എന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് വീഡിയോസും എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ ഒറ്റക്കാണ്. തംബ്നെയിൽ ക്രിയേഷനും എല്ലാം ഞാനാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ചെയ്യാറ്. ചില സമയത്ത് വീഡിയോസ് എടുക്കുന്നതും ഞാൻ തന്നെയാണ്, ചില സമയത്തല്ല മിക്ക സമയത്തും. അതുകൊണ്ട് ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ടൊന്ന് ഈ യൂട്യൂബിലേക്ക് ഇടണമെങ്കിൽ തന്നെ ഒരുപാട് പണിയുണ്ട്. നമ്മൾ പിന്നെ വോയിസ് ഓവറൊക്കെയാണ് ചെയ്യാറ്. അപ്പം ഈ വീഡിയോ ഇടുന്നതും ആക്കുന്നതൊന്നും തീരെ എളുപ്പമല്ല. യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഇട്ടാൽ പോരെ. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ ഇഷ്ടംപോലെ പൈസ കിട്ടുന്നുണ്ടാവില്ലേ എന്ന് വിചാരിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനും അത് പിന്നെ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വ്യൂസിലേക്ക് എത്താനും അത് കുറച്ച് ആൾക്കാർ കണ്ടിട്ട് അതിൽ നിന്ന് പൈസ കിട്ടാനും ഒരുപാട് പണിയുണ്ട്. മാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10,000 20,000 ഒന്നും കിട്ടൂല. ഇപ്പോൾ ഞാനൊരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഷോർട്സിൻ്റെ വ്യൂസ്, എൻ്റെ മിക്ക വീഡിയോസും 1K അടുത്ത് പോകാറുണ്ട്. പക്ഷെ ചിലതൊന്നും പോകാറില്ല. ഇപ്പം 1K ഒരു വ്യൂസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു $1 എന്ന് പറയുന്നത് ചിലപ്പോൾ 0.1 ആയിരിക്കും, 0.01 0.02 അത്രയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഒരു $1 എന്ന് പറഞ്ഞാൽ 85 അങ്ങനെയാണ് ഇന്ത്യൻ രൂപയാണ് വരുന്നത്. അപ്പം 0.01 $1 എന്ന് വെച്ചാൽ എത്ര ഇന്ത്യൻ രൂപയാണ് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അത്രയും ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇനി യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടിയാലും ഇനിയും സ്ട്രഗിൾ ചെയ്യണം. കുറച്ച് പേയ്മെൻറ്റ് അല്ലെങ്കിൽ പൈസ കിട്ടണമെങ്കിൽ, ഏർണിങ്സ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും അതിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങാം. പക്ഷെ തുടങ്ങുന്ന ആവേശത്തിൻ്റെ ആരംഭം മാത്രം ആവരുത്. അത് മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി നോക്കണം. പല നെഗറ്റീവ്സും അതും ഇതും ഒക്കെ നിങ്ങൾക്ക് വരും. എല്ലാം നിങ്ങൾ തട്ടി മാറ്റി മുന്നോട്ട് വരിക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക. മോണിറ്റൈസേഷൻ കിട്ടും, നിങ്ങൾ സക്സസ് ആവും, പൈസ വരാൻ തുടങ്ങും. പക്ഷേ നിങ്ങൾ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആവണം. അപ്പം ഞാൻ ഇനി പോയിട്ട് മെയിൽ ID ഈ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പിന്ന് പോയിട്ട് കൊടുത്തിട്ട് വരാം. കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കൊടുത്തു കഴിഞ്ഞാൽ $100 ആയിക്കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് പൈസ വരുമല്ലോ. അപ്പോൾ ഒരു ദിവസം എനിക്ക് $100 ആവുന്ന സമയത്ത് എനിക്ക് എൻ്റെ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. പിന്നെ ഈ ഒരു സംഭവം ഞാൻ എൻ്റെ Q&A ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഏതായാലും ഈ ഒരു ലെറ്റർ വന്നതുകൊണ്ട് ഇതിൽ പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും Q&A ഞാൻ ഇടുന്നുണ്ട്. കാരണം നോക്കിയപ്പോൾ 16,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. ഞാൻ ഇതുവരെ ഒരു Q&A ഇട്ടിട്ടില്ല, എന്നെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുമില്ല. ഒരു വീഡിയോയിൽ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു Q&A എന്തായാലും ന്യൂ ഇയറിൻ്റെ ആ ടൈമൊക്കെ ആകുമ്പോൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.